മുജാഹിദുകള് എന്തൊരു കാര്യവും പൈസയുമായി ബന്ധപ്പെടുത്തുന്നില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, ഒരു കാര്യത്തിലും മുജാഹിദുകൾക്ക് പൈസ വേണ്ട. പണ്ഡിതന്മാർ സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടെ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്നാൽ അവരോടൊപ്പം അവരാരെ വിശ്വസിക്കുകയും ആരെ അംഗീകരിക്കുകയും ആരെ അനുധാവനം ചെയ്യുകയും ചെയ്തുവോ അവരെ എന്നും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. അവരുടെ പോക്കറ്റുകൾ അവർ വിശ്വാസത്തിന്റെ പേരിൽ കൊള്ള ചെയ്യുന്നു. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ജീവിതത്തിന്റെ ഏതേത് മത ചടങ്ങുകളെയും പണവുമായി ബന്ധപ്പെടുത്തി അവർ നോക്കിക്കാണുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് വലിയൊരു തുക ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്. അതൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളത് കൊടുക്കുക. നിങ്ങളുടെ അടുത്തൊരു ബോക്സ് വരും. നമ്മൾ ഖേദിക്കും ഒരു കാലത്ത് ഇതൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. കുറച്ച് പൈസ, അപ്പൊ നിങ്ങളൊക്കെ ആ പെട്ടിയിൽ നല്ലൊരു പൈസ നിങ്ങൾ കൊടുക്കുക. സഹോദരങ്ങളെ, ഈ സമ്മേളനത്തിന് വലിയൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നിങ്ങളുടെ മുമ്പിലൂടെ വരുന്ന ബോക്സിൽ നിങ്ങൾ ഭംഗിയായി നിർവഹിക്കണം. സ്ത്രീകളോട് ഞാൻ പറയണം, ഒരു കുഞ്ഞു മോതിരം ഊരിയിട്ടാ മതി. 3-4 കോടിയുടെ കുറച്ച് പൈസ ആവശ്യമുണ്ട്, നിങ്ങൾ കൊടുക്കുക. ആ സംരംഭത്തിന് സംഭാവന ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എന്തേ പറഞ്ഞത്? ജനങ്ങളെ, ഈ പ്രാസംഗികർക്ക് ഒരു പ്രത്യേകതല്ലേ ജനങ്ങളെ? ഈ നബിമാർക്ക് ഒരു പ്രത്യേകതല്ലേ ജനങ്ങളെ? വയല് പറഞ്ഞിട്ട് ഒടുവിൽ നിങ്ങളോട് കേസ് വാങ്ങുണ്ടോ? ഇല്ലല്ലേ. സ്ത്രീകളോട് ഞാൻ പറയണം, ഒരു കുഞ്ഞു മോതിരം ഊരിയിട്ടാ മതി. അല്ല, ഏതൊരു കാര്യത്തിലും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് പേടിയില്ല. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഓരോ പവൻ കൊടുത്താൽ അത് വലിയ വിജയാവും, വലിയ വിജയാവും. 1 പവൻ ഞങ്ങള് ജീവിതത്തിൽ 1 പവൻ അല്ലേ? ഒരു ഉസ്താദ് വരിക എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്രനൊക്കെ സംബന്ധിച്ചിടത്തോളം 1 സെന്റ് ഭൂമി വെക്കേണ്ട ബാധ്യത. ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്കതില്ല, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്കതില്ല. വളരെ ചുരുങ്ങിയ ആളുകൾ അവിടെ പ്രവർത്തിക്കാനുള്ളത്. അപ്പൊ അവർക്ക് 58 ലക്ഷം രൂപ ഈ 30-ാം തീയതി വേണം. 10-25 ലക്ഷം രൂപയുടെ മേലെ ഒരു 30 ലക്ഷത്തിന്റെ താഴെ മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് പൈസയായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല. ഞാൻ സ്ത്രീകളോടൊക്കെ പറയുന്നത്, കാതിൽത്തതും കമ്മിൽത്തും ഒക്കെ അള്ളാന്റെ മാർഗത്തിൽ പടച്ചോന്റെ സമ്മാനമാണ് നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ എന്ന് മനസ്സ് വെച്ചാൽ സാമ്പത്തികമായി കഴിവൊക്കെ ഉള്ളവരുണ്ടാവും. 50,000 ഞങ്ങൾ തരാം, 1 ലക്ഷം ഞങ്ങൾ തരാം. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും, ഞങ്ങൾക്ക് അതിൽ പങ്കാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾക്കൊക്കെ അത് നല്ലൊരു സംഖ്യ ഇന്ന് ബക്കറ്റിൽ ഒരു പിരിവുണ്ടാവും. അല്ലാതെ വലിയ സംഖ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ റെസിപ്റ്റ് ഒക്കെ ആയിട്ട് അവരിവിടെ ഇരിക്കുന്നുണ്ട്. അവരെ സമീപിക്കണം, അവരെ കാണണം, അവരെ അറിയിക്കണം. കുഞ്ഞുപിള്ളി മുരുക്കാടക്കമുള്ള ആളുകളൊക്കെ അതിൽ ഇൻവോൾവ്ഡ് ആണ്. അവരൊക്കെ നിങ്ങൾ അറിയിക്കണം.